ഹായ് ഹലോ, ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സോയാ ബോൾ കറി വെക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട്, എണ്ണയുടെ കളർ കണ്ട് ഞെട്ടണ്ട കേട്ടോ, ഇത് ഞാൻ ഒലിവ് ഓയിലിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായ ശേഷം വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ തീരെ എരി കുറഞ്ഞ പച്ചമുളകാണ്ട് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴണ്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊന്ന് വറുത്തെടുക്കാം. ഞാൻ മിക്ക കറിയും ഉണ്ടാക്കുമ്പോൾ മസാലകളെല്ലാം ഒന്ന് വറുത്തിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇട്ടാൽ മാത്രമേ എനിക്കൊരു ടേസ്റ്റ് തോന്നത്തുള്ളൂ. ഇതിൽ വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും മാത്രം മതി. ആദ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഉള്ളി വഴണ്ട ശേഷം അതിലേക്ക് പിന്നീട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് തക്കാളിയായിട്ട് കട്ട് ചെയ്തിടുകയല്ല, ഇതേപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലതുപോലെ കുക്കായ ശേഷം മാത്രം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് അടച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ തക്കാളിയൊക്കെ കറക്റ്റ് നമുക്ക് കുക്കായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഓപ്ഷണലാണ്. പിന്നീട് നമുക്ക് ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവറൊക്കെ തോന്നിക്കണമെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം സാധാരണ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് അടച്ചൊന്ന് മസാലകളൊന്ന് കുക്കാവാൻ വേണ്ടി അടച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയ സോയാബോളാണ്, ഞാൻ അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, കട്ട് ചെയ്തിട്ടില്ല. ഒരു കുറച്ച് ടൈം ഇത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച ശേഷം ആ വെള്ളം നല്ലതുപോലെ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് ബോൾ ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ അരപ്പ് കൂടി സോയാബോളും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോയാബോളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ലിഡൊന്ന് മാറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം അടച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇത് നല്ലതായിട്ട് തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. സോയാബോൾ കറി വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്